ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന 2 അധ്യാപകർക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കോഴിക്കോട് കൊടുവള്ളി MS സൊല്യൂഷനിലെ അധ്യാപകരായ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, വിശദാംശം. ഹരിത, ഗുഡ് മോർണിംഗ്. ഈ MS സൊല്യൂഷനിലെ 2 അധ്യാപകർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്, ജിഷ്ണുവും ഫഹദും. ഇവരെയാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങാനായി അപേക്ഷ സമർപ്പിക്കുന്നത്. താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകുക. നേരത്തെ പലവട്ടം ക്രൈംബ്രാഞ്ച് ഇവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി, ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇവർ ഒളിവിലായിരുന്നു. ആ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവരെ കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് സംഘം കൊടുവള്ളിയിലെ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തി പിടികൂടിയത്. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് നേരെ ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ അന്ന് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഈ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും ജിഷ്ണുവും ഫഹദും സഹകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയായിട്ടുള്ള MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഈ ഷുഹൈബിനെ സംബന്ധിച്ച വിവരങ്ങൾ, ഒപ്പം തന്നെ എങ്ങനെ നേരത്തെ ചോദ്യങ്ങൾ ചോർന്നു കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായി ഇവർ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞില്ല എന്നുള്ളത്, അത്തരം കാര്യങ്ങൾ സമ്മതിച്ചില്ല എന്നുള്ളത്, ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യങ്ങളോട് കൃത്യമായി സഹകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് 2 പ്രതികളെയും, അതായത് ഈ ഷുഹൈബിന്റെ കൂട്ടുപ്രതികളായിട്ടുള്ള ജിഷ്ണുവിനെയും ഫഹദിനെയും ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങാനായി അപേക്ഷ സമർപ്പിക്കുന്നത്. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ എന്നത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തത നൽകിയിട്ടില്ല. അത് ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ച കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അവരെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായ ചോദ്യം ചെയ്യലാകും ആദ്യം നടത്തുക. മറ്റൊന്ന്, ഈ CEO മുഹമ്മദ് ഷുഹൈബ് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച സൂചനകളിലേക്ക്, പരിശോധനകളിലേക്ക്, അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹരിത.